തൂഫാനിൽ കുടുങ്ങി ചെന്നിത്തല. UDF സർക്കാരിന്റെ ഏറ്റവും ഗ്ലാമർ പദ്ധതികളിലൊന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. ഈ മാസം 2-ാം തീയതി മുഖ്യമന്ത്രി VD സതീശനാണ് കേരളത്തിലെ ലഹരി മാഫിയയുടെ അടിത്തറ ഇളക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. ആ ഓപ്പറേഷൻ തൂഫാന്റെ മുഴുവൻ പേര് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്നാണ്. പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയമാണ് ഈ ഒരു തൂഫാൻ എന്ന് പറയുന്ന ലഹരി വിരുദ്ധ നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വലിയ ഒരു വിജയമാണ് ഓപ്പറേഷൻ തൂഫാൻ. ദിവസവും 10-18 കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നു. ഇന്നലെയും അത്തരത്തിൽ പെരുമ്പാവൂരിൽ നിന്ന് 18 കിലോ കഞ്ചാവ് പിടിച്ചു. ആ കഞ്ചാവ് പിടിച്ച സ്ഥലം എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ACP താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ഈ 18 കോടി രൂപ വില വരുന്ന കഞ്ചാവ് പിടിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ACP താമസിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ 18 കോടി രൂപയുടെ കഞ്ചാവ് വെച്ചിരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ വലിയ ഒരു വിജയമായി മുന്നേറുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഗ്ലാമർ ഇനമായി അത് മാറിയിരിക്കുന്നു. 2-ാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് സ്കൂളുകളിലടക്കം ഈ പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും വിദ്യാർത്ഥികളെ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേഷൻ തൂഫാന് അനുകൂലമായി പുതുതലമുറയെ സജ്ജമാക്കുക എന്നുള്ള 2-ാം ഘട്ട പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ആ വാക്കുകൾ കേട്ടതിന് ശേഷം എങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഈ തൂഫാനിൽ കുടുങ്ങിയത് എന്നുള്ളത് ഇൻവെർട്ടർ കോമയിലാണ് കുടുങ്ങിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. ഏതാണ്ട് 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. ഈ ചെയ്തയാള് പെരുമ്പാവൂർ ACP താമസിക്കുന്ന ഫ്ലാറ്റിൽ അടുത്താണ് താമസം. ആ ഫ്ലാറ്റിന് നിരയിലാണ്, ഒരു ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ എത്ര കുശാഗ്ര ബുദ്ധിയോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതുപോലെ കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് മിഠായി നിർമ്മിക്കുന്നു. വലിയ തോതിലാണ് നിർമ്മിക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള സഹായത്തോടു കൂടി കുട്ടികൾക്ക് കൊടുക്കാനുള്ള വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മുട്ടായി ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ആ ശേഖരം ഇന്നലെ പിടിക്കുകയുണ്ട്. അത് നിർമ്മിക്കുന്നതും അവിടെയാണ്. ആ നിർമ്മാണ ഫാക്ടറിയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് പിടിച്ചെടുത്തത്. അപ്പം കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ്റെ 2-ാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും കൂടി ചേർന്ന് ഇട്ട പരിപാടി അനുസരിച്ച് ഓപ്പറേഷൻ തുഫാൻ്റെ 2-ാം ഘട്ടം എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുക്കുകയും മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിൽ പങ്കാളിയാവുകയും ചെയ്യുകയാണ്. ഇത് എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. കാരണം ഇത് നമ്മുടെ നാടിനെ തകർക്കുന്ന ഒന്നാണ്. അതിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ മുഴുവൻ ആളുകളും പങ്കാളികളാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിൻ്റെ ആദ്യത്തെ തുഫാൻ വാരിയർ ശ്രീ മോഹൻലാലാണ്. ഇത് കേരളം മുഴുവൻ എല്ലാവരും തുഫാൻ വാരിയേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ, അതുപോലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ, NCC എല്ലാവരും ഈ തുഫാൻ വാരിയേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്രപ്രവർത്തകരും തുഫാൻ വാരിയേഴ്സായി മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓപ്പറേഷൻ തൂഫാന് പ്രധാനമായും 3 ഘട്ടമാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തൂഫാൻ സ്ട്രൈക്കുകൾ എന്നാണ്. അതായത് പോലീസിനെയും എക്സൈസിനെയും ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. തൂഫാൻ സ്ട്രൈക്ക് എന്ന് പറയുന്ന ആദ്യ ഘട്ടം മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടമാണ്. 2ാമത്തേത് തൂഫാൻ വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ അംബാസഡർമാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, തൂഫാന്റെ ആദ്യത്തെ വാരിയർ എന്ന് പറയുന്നത് നടൻ മോഹൻലാൽ ആയിരുന്നു. മോഹൻലാലിന്
ഐ ആം ദ തൂഫാൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജ് രമേശ് ചെന്നിത്തല കൈമാറി. അതിനുശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കൈമാറി. ജഫ്രി തങ്ങൾക്ക് ബാഡ്ജ് കൊടുത്തു. അങ്ങനെ ഓപ്പറേഷൻ തൂഫാറിന്റെ ബ്രാൻഡ് അംബാസഡർമാരെ, സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ബാഡ്ജ് കൊടുത്ത് അവരെ ഓപ്പറേഷൻ വാരിയേഴ്സ് ആക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. അതായത് മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ബോധവൽക്കരണ ഘട്ടം എന്ന് വേണമെങ്കിൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിനെ പറയാം. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തൂഫാൻ കെയർ ആണ്. അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ആൾക്കാരെ അവർക്ക് ഒരു പുനർജീവനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ലഹരി മുക്ത ചികിത്സ അടക്കമുള്ള കൗൺസിലിംഗ് അടക്കമുള്ള ഒരു സമഗ്ര പാക്കേജാണ് തൂഫാൻ കെയർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഘട്ടം. ഈ 3 ഘട്ടങ്ങളാണ് ഓപ്പറേഷൻ തൂഫാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി ഇതിൽ കുടുങ്ങി എന്നുള്ള ആലങ്കാരിക ഭാഷയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്? അതായത് ആഭ്യന്തര വകുപ്പ് അക്ഷരാർത്ഥത്തിൽ വലിയൊരു കെണിയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആകെ ഇതുവരെ തൂഫാനുമായി ബന്ധപ്പെട്ട് ജൂൺ 2 മുതൽ തൂഫാന്റെ പ്രവർത്തനം ആരംഭിച്ച ആ ദിവസം മുതൽ ഇന്ന് വരെ കേരളത്തിലാകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 3657 കേസുകളാണ്. ഇതിൽ 3933 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1813 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. NDPC ആക്ട് പ്രകാരം, അതായത് ലഹരി മുക്ത ആക്ട് പ്രകാരം MDMA കൈവശം വെച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് MDMA കൈവശം വെച്ചു, അല്ലെങ്കിൽ ഹാഷിഷ് കൈവശം വെച്ചു തുടങ്ങിയിട്ടുള്ള രാസ ലഹരി കൈവശം വെച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും അടക്കമുള്ള ഇത്രയും പേരെ എവിടെയാണ് പാർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഇവിടെ രമേശ് ചെന്നിത്തല കുരുങ്ങി, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കുരുങ്ങി, ആഭ്യന്തര വകുപ്പ് കുരുങ്ങി എന്ന് ആലങ്കാരികമായി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ ജയിലുകളുടെ എണ്ണം പരിശോധിക്കാം. കേരളത്തിലാകെ 57 ജയിലുകളാണ് ഉള്ളത്. ഇതിൽ 4 സെൻട്രൽ ജയിലുകൾ ഉൾപ്പെടുന്നു. 3 തുറന്ന ജയിലുകളാണ്. ഈ 3 തുറന്ന ജയിലുകളിൽ ഒന്ന് വനിതാ ജയിലാണ്. മറ്റൊന്ന് സംസ്ഥാനത്താകെ 13 ജില്ലാ ജയിലുകളുണ്ട്, 15 സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്, 3 വനിതാ ജയിലുകളുണ്ട്. ഇങ്ങനെയാണ് ഈ 57 ജയിലുകൾ എന്ന് പറയുന്ന കണക്ക് വരുന്നത്. ഇനി നിയമപ്രകാരം ഈ 57 ജയിലുകളിലായി ജയിൽ മാനുവൽ പ്രകാരം, നിയമപ്രകാരം എത്ര പേരെ പാർപ്പിക്കാം എന്നുള്ളതാണ്. 57 ജയിലുകളിലായി പരമാവധി 7828 ജയിൽ പുള്ളികളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ എണ്ണം കൂടിയിരിക്കുന്നത് 11800 പ്രതികളാണ് ഇത്രയും ജയിലുകളിലായി കഴിയുന്നത്. അതായത് നിയമം അനുശാസിക്കുന്നതിന് മുകളിലേക്ക് എണ്ണം കൂടിയിരിക്കുന്നു. ഇനിയാണ് നമുക്ക് ചെന്നിത്തലയിലേക്ക് വരേണ്ടത്. ഇത്രയും കേസുകൾ, അതായത് ഈ മാസം ജൂൺ 2 മുതൽ ഇന്ന് ജൂൺ 26 ആണല്ലോ, ഇത്രയും ചെറിയ കാലയളവിനുള്ളിൽ 3931 ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് ആർക്കും ജാമ്യം ലഭിക്കുന്നതുമില്ല. അപ്പോൾ ഇവരെ എവിടെയാണ് പാർപ്പിക്കുക? അതായത് ഇപ്പോൾ തന്നെ നിലവിലുള്ള കപ്പാസിറ്റിയെക്കാളും കൂടുതലാണ് ജയിലിലെ അന്തേവാസികളുടെ എണ്ണം. അപ്പോൾ ദിനം പ്രതി 7ഉം 8ഉം പ്രതികൾ ജാമ്യമില്ലാതെ വരുമ്പോൾ അവരെ എവിടെയാണ് പാർപ്പിക്കുക എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ 3931 പ്രതികളുണ്ട്. അവരെ സബ് ജയിലിലേക്കും ഈ പറയുന്ന ജയിലിലേക്കും അയച്ചാൽ അവിടെ എണ്ണം കൂടുകയില്ലേ? അന്തേവാസികൾക്ക് തിരിയാൻ കഴിയാത്ത വിധത്തിൽ, കിടക്കാൻ കഴിയാത്ത വിധത്തിൽ ഓരോ ദിവസവും ഈ തൂഫാൻ പ്രതികളെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജയിലിലെ പ്രഖ്യാപിത എണ്ണത്തിന്റെ വർധനവ് ഇരട്ടിക്കുകയാണ്. മാത്രമല്ല ഇത് പല ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ജയിലിലടക്കമുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകും. കാരണം ജയിലിൽ ഒരു സിസ്റ്റത്തിൽ പോവുകയാണ്. വർഷങ്ങളായിട്ട് അവിടെ ജീവപര്യന്തം അനുഭവിക്കുന്നവർ, ഹ്രസ്വകാല ശിക്ഷ അനുഭവിക്കുന്നവർ, ഇവരെല്ലാം തന്നെ പരസ്പരം പൊരുത്തപ്പെട്ട് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ പുതിയതായി ഇത്രയും ആൾക്കാർ, അതായത് 2-3 ആഴ്ചക്കകം 3931, ഏതാണ്ട് 4000
തടവുകാർ അധികമായി എത്തുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു ക്രമസമാധാന പ്രശ്നം ജയിലിൽ ഉടലെടുക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഭീതി. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ തൂഫാനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ തൂഫാൻ തുടർച്ചയായി നടക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൂഫാൻ കർശനമായി നടപ്പിലാക്കുമ്പോൾ ഓരോ ദിവസവും 10ഉം 100ഉം പ്രതികൾ ജാമ്യമില്ലാത്ത കേസിൽപ്പെട്ട് അകത്താകുന്നുണ്ട്. അവരെ എവിടെ പാർപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചെന്നിത്തലയുടെ മുന്നിലും ആഭ്യന്തര വകുപ്പിന് മുന്നിലും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്രയും പേരെ എവിടെയാണ് പാർപ്പിക്കുക? ജയിലിൽ 1 ഇഞ്ച് സ്ഥലമില്ല. അവിടേക്ക് ഇത്രയും പേരെ ഇടിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുടുങ്ങി. ഒന്നുകൂടി പറയട്ടെ, ആഭ്യന്തരമന്ത്രി ഏതെങ്കിലും ലഹരി കേസിൽപ്പെട്ട് കുടുങ്ങിയതല്ല. ഇവിടെ ആലങ്കാരിക ഭാഷയിലാണ് കുടുങ്ങി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്രയും പേർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇത്രയും അധിക ആളുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അറസ്റ്റിലാകുമ്പോൾ, അതും ജാമ്യമില്ലാത്ത അറസ്റ്റിലാകുമ്പോൾ അവരെ ഈ ജയിലിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരുന്നു. പ്രഖ്യാപിത അളവിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ള തടവുപുള്ളിയേക്കാൾ കൂടുതൽ, വളരെ ചെറിയ സമയത്തിനകം കൂടുതൽ പ്രതികൾ ജാമ്യമില്ലാതെ ഈ ജയിലുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം വലുതാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ കർശനമായി കണിശമായി മുന്നേറുമ്പോൾ ഇതിനുള്ള ഒരു പ്രതിവിധി എന്താണ് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.